എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മല്ലു ജംഗ്ഷന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായിട്ട് ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കഴിഞ്ഞ ദിവസമാണ് ഒരു പുതിയ അപ്ഡേറ്റ് വന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് പുതിയ തരത്തിലുള്ള 2 അപ്ഡേറ്റുകൾ വന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ എമോജിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അവർ ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് ഒരു ഹിൻഡ് പോലെ ഒരു സംഭവം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. കുറേ പേർക്ക് മെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കുറേ പേരൊക്കെ മെസ്സേജ് അയച്ച് നമ്മളോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന്. അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്നൊക്കെ അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ആ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ തൊട്ടടുത്തുള്ള എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. അപ്പോൾ പറഞ്ഞ് ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എമോജിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു മെസ്സേജ് ഞാൻ വായിക്കാം. മെസ്സേജ് ഫോർ എവരി വൺ ഹു ആർ വെയിറ്റിംഗ് ഫോർ ദ വിസ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോ നീഡ് ടു വെറി, എവരി ഡേ സ്റ്റാഫ്സ് ആർ ട്രാവലിംഗ്, എവരി വൺ ഹു റിസീവ് ഓഫർ മെയിൽ വിൽ റിസീവ് വിസ. ആസ് ദ സ്റ്റാഫ് നമ്പർ ഈസ് ഇൻ thousands, എവരി വൺ ഹാസ് ടു വെയിറ്റ് പേഷ്യൻ്റ്ലി. എമോജ് cannot bring all the thousands together. It will be take time, but definitely everyone will receive visa. May God bless you all എന്നൊരു മെസ്സേജ് എമോജിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ നേഴ്സുമാർക്കുമായിട്ട് അവർ അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമുക്ക് കുറച്ച് സാവകാശം, കുറച്ച് സമയവും കാര്യങ്ങളും അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊന്നും പെട്ടെന്ന് നടക്കത്തില്ല. കാര്യം നമ്മുടെ ഇടയിൽ ഒരു ഏജന്റ് ഇല്ല എന്നുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഒരു കുവൈറ്റ് എമോജിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളൊരു ഏജന്റ് ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഏജന്റിന്റെ പുറകെ പോയിട്ട് നമ്മളെപ്പോഴും നമുക്ക് ചോദിക്കാനായിട്ട് ഒരാളുണ്ടല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ആ ഏജന്റിനെ വിളിക്കുകയും ഫോൺ വിളിക്കുകയും സംസാരിക്കുക, അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ അവിടെ പോയി നമ്മൾ അവരായിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏജന്റുമാരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാനായിട്ട് ഒരാളില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഇൻഫർമേഷൻസ് ഒന്നും തന്നെ അറിയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ വെറി ചെയ്യും. നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇട്ടിട്ട് പോകും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അതായത് നിങ്ങളുടെ ലോക്കം മെയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിസ പ്രോസസ്സിങ് നടക്കും എന്നുള്ള കാര്യമാണ് ഉറപ്പായിട്ടും അവർ പറയുന്നത്. അപ്പം ഇങ്ങനൊരു മെസ്സേജിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതും നമുക്കും അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ വീഡിയോയിലും ഞാൻ നിങ്ങളോട് പറയാറുള്ളത്, നിങ്ങൾക്ക് ലോക്കമിൻ്റെ മെയിൽ കിട്ടിയിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വിസ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് നാളായി, ഏകദേശം ഒരു 1.5 വർഷമൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ എൻ്റെ പരിചയത്തിൽ തന്നെ ഉള്ളവരുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, ഇപ്പോൾ ഒരു മെസ്സേജ് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നത് കണ്ടോ. കാര്യം എനിക്ക് തന്നെ ഒരുപാട് മെസ്സേജുകൾ അയച്ച ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് പ്രസൻറ്റ് സിറ്റുവേഷൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവരോടും ഞാൻ ഇതൊക്കെ തന്നെയാണെന്ന് പറയാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ എമോജിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. കാര്യം ഒരുപാട് ക്വയറീസ് അവർക്കും ചെല്ലുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ഒരു മെസ്സേജ് അയക്കാനായിട്ട് കാരണം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾ ഇതിൻ്റെ മെയിൽ കിട്ടിയിട്ടുള്ള ലോക്കമിൻ്റെ മെയിൽ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ് അവരുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യമാണ് എടുത്തു പറയാനായിട്ടുള്ളത്. മറ്റൊരു ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ, അതായത് കഴിഞ്ഞ ദിവസമാണ് ഒരു മെയിൽ എല്ലാവർക്കും കിട്ടിയുണ്ടായിട്ടുണ്ട്. കുറേ പേർക്ക് കിട്ടി, കുറേ പേർക്ക് കിട്ടി വരുന്നു. അപ്പോൾ ആ ഒരു മെയിലുമായി ബന്ധപ്പെട്ടിട്ട് 1-2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. എങ്ങനെയുള്ളവർക്കാണ് അങ്ങനെയുള്ള മെയിലുകൾ കിട്ടുന്നത്, അപ്പോൾ ആ മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുവൈറ്റ് എമോജിലോട്ട് ഈ ലോക്കമിൻ്റെ മെയിൽ കിട്ടി, അതായത് ഇന്റർവ്യൂ പാസ്സായതിനു ശേഷം ലോക്കം മെയിൽ, സെലക്ഷൻ മെയിൽ, ലോക്കം മെയിൽ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ മെയിലാണ്. അപ്പോൾ ആ ഒരു മെയിൽ കിട്ടിയിട്ട് ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ കുവൈറ്റ് എമോജിന് അറിയത്തില്ല ആരൊക്കെയാണ് ഇപ്പോഴും ഈ കുവൈറ്റ് എമോജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു മെയിൽ അവർ പ്രത്യേകം അയച്ചിരിക്കുന്നത്. അതിലൂടെ അവർ അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും നിങ്ങൾ വെയിറ്റിംഗ് ആണോ, ഇപ്പോഴും നിങ്ങൾ ട്രാവൽ ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് നിൽക്കുന്നവരാണോ, എത്രയും പെട്ടെന്ന് ട്രാവൽ ചെയ്യാനായിട്ട് നിങ്ങൾ വില്ലിംഗ് ആണോ. അപ്പോൾ അതിനകത്ത് 1-2 പോയിന്റ് അവർ ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾ വരാൻ തയ്യാറാണോ, അതോ നിങ്ങൾക്ക് 3 മന്ത്സിന്റെ ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് ആരെങ്കിലും റിലേറ്റീവ്സ് ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ് പെട്ടെന്ന് തന്നെ നടക്കും എന്നുള്ള കാര്യമാണ് എനിക്കറിയാൻ സാധിച്ചത്. അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു മെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മെയിലിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കരുത് എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ആ മെയിലിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. റെസ്പോണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ റെഡിയായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ കുവൈറ്റ് എമോജിലോട്ട്, കാര്യം അത് പറയാനായിട്ടുള്ള കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കാര്യം ഒരുപാട് വർഷങ്ങളായിട്ട് 1-2 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ
ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇട്ടിട്ട് അവർ വേറെ ജോലിക്കൊക്കെ പോയിട്ടുണ്ടാവും. കാര്യം കുവൈറ്റിലോട്ട് തന്നെ വരണമെന്ന് നിർബന്ധം പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? കാര്യം ചിലപ്പോൾ വേറെ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അവരങ്ങ് പോവും. അപ്പോൾ എമോഷൻ അറിയത്തില്ല ഇപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രസന്റ്ലി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, കുവൈറ്റ് എമോഷനോട്ട് പ്രസന്റ്ലി കയറാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫോം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും മെയിൽ കിട്ടുമെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. കാര്യം നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ അറിയാനായിട്ടും വിസ പ്രോസസ്സിംഗ് പെട്ടെന്ന് നടക്കാനായിട്ടും 1 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾ വരാൻ വില്ലിംഗ് ആയിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ് നടക്കുന്നതാണ് എന്നുള്ള കാര്യമാണ് എടുത്തു പറയാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്ത് ആ മെയിലിന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയാനായിട്ടുള്ളത്. ഇതുപോലെ 2 അപ്ഡേറ്റുകളാണ് ഇപ്പോൾ കുവൈറ്റ് എമോഷൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള മെയിലുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ മറക്കാതിരിക്കുക എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന വിസകൾ എന്ന് പറയുന്നത് 1 മന്തിന്റെ വിസയാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 3 മന്ത്സിന്റെ ഒരു പീരീഡ് നമുക്കുണ്ടായിരുന്നു. വിസ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 മാസത്തിനുള്ളിൽ നമ്മളിവിടെ കയറി വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വന്നു. ഇപ്പോൾ 1 മന്ത് മാത്രമേ വിസ പീരീഡ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ പ്രസന്റ്ലി ജോലി ചെയ്ത് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ വിസ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ PCC അറ്റസ്റ്റേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക. അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിസ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മന്തിനുള്ളിൽ തന്നെ കയറി വരേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ റിലേറ്റീവ്സിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന മെയിലിൻ്റെ കൂട്ടത്തിൽ ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും റിലേറ്റീവ്സ് ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ എൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു പ്രയോറിറ്റി ആയിട്ട് നമുക്ക് കൂട്ടാം. കാര്യം നേരത്തെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റിലേറ്റീവ്സ് ഉള്ളവരെ എന്ത് ചെയ്യണം, ഇനി അവിടെ പോയി കൊടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗൂഗിൾ ഫോം കിട്ടിയിട്ട് ഇനിയിപ്പോൾ ഗൂഗിൾ ഫോം കിട്ടാത്തവർ ചോദ്യം തുടങ്ങും, എപ്പോഴാണ് ഗൂഗിൾ ഫോം കിട്ടുക എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും മെയിൽ വരും എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ഈ ഇൻഫർമേഷൻ എല്ലാവരിലും എത്തിക്കുക, എല്ലാ നല്ലവരായ സുഹൃത്തുക്കളിലും എത്തിക്കുക. ഒരുപാട് പേര് ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലേ. നല്ലൊരു ജോലി നിങ്ങൾക്ക് കിട്ടാനായിട്ടും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാനായിട്ടുമാണ് പലപ്പോഴും എനിക്കറിയുന്ന ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാൻ മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണുന്നതോടം വരെ എൻ്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.